എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ചെറുതായി ഒന്ന് തണുത്ത് തുടങ്ങുമ്പോൾ കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്ന ചൂടാകുമ്പോഴേക്കും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഇതേപോലെ എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കാം. ഇത് ഇത്രത്തോളം ബോൾസ് അതിൽ നിന്നും കിട്ടി. ഇനി ഈ ബോൾസ് എല്ലാം നമുക്കൊരു സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അരിപ്പൊടിയൊക്കെ തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഏകദേശം ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് 2 മുട്ട ഉടച്ചൊഴിച്ചത് ഉപ്പും കുരുമുളകും ചേർത്തതാണ്. അത് ഇതേപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി അത് അടുപ്പിൽ നിന്നും മാറ്റാം. വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതും പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റ് ആയിരുമ്പോൾ അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിള വരുന്ന സമയത്ത് ഈ ബോൾസ് എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ ഏത് സമയം വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.